വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വേറിട്ട സമരവുമായി മഹിളാ കോൺഗ്രസ്. മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ മണ്ണെണ്ണ വിളക്കേന്തി സമരം. വില വർധനവും നിരക്ക് കൂട്ടലും ഒന്നും ഉണ്ടാവില്ല എന്ന വാഗ്ദാനത്തോടെ അധികാരത്തിലേറിയ പിണറായി സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വത്സല ബാലകൃഷ്ണൻ പറഞ്ഞു. വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിൽ മണ്ണെണ്ണ വിളക്ക് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വത്സല ബാലകൃഷ്ണൻ. നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന നമ്മുടെ കണ്ടിയാർജ് വർധനവ് സാധാരണക്കാരനെ പിടിമുട്ടിക്കുന്ന വിലക്കയറ്റവും നിരക്ക് വർധനയൊന്നും ഈ വരുന്ന 5 വർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാർ പിന്നെ സാധാരണക്കാരുടെ മുഖത്തടിച്ച അടിയാണ് ഈ കണ്ടിയാർജ് വർധനവ്. കഴിഞ്ഞ 5 വർഷമായി നമുക്കറിയാം, ഓരോ പ്രാവശ്യം 5 വർഷം കൊണ്ട് കണ്ടിയാർജ് ഓരോ രീതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നിത്യോപസാധനങ്ങളുടെ വിലക്കയറ്റം, സാധാരണക്കാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ, ആഭ്യന്തരം, അതുപോലെ തന്നെ നമുക്ക് നിരപരാധിയായ സത്യസന്ധനായ ഒരു ADM ഉണ്ടായിരുന്നു നവീൻ ബാബു, അദ്ദേഹത്തിൻ്റെ മരണം. ഇപ്പോഴും ആ കേസ് എവിടെ നിൽക്കുന്നു, അതിൻ്റെ പ്രതി എവിടെ നിൽക്കുന്നു, അല്ല പ്രതിക്ക് ഇന്ന് കിട്ടുന്ന സുരക്ഷിതത്വം ഇന്ന് വഴിനീളെ പോലീസുകാർ നമ്മുടെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലിത്തതിച്ചിട്ട് അതിനെതിരെ കോടതി തെളിവില്ലെന്ന് പറഞ്ഞെടുത്ത് നവീൻ ബാബുവിന്റെ. മഹിളാ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് രാധാമണി ശശീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു സമരപരിപാടികൾ. ജില്ലാ ജനറൽ സെക്രട്ടറി ചിത്ര M. നായർ, ജില്ലാ സെക്രട്ടറി സജി മെഹബൂബ്, ജോളി ഫിലിപ്പ്, ജെസി, ജ്യോതി വേലൂർ മഠം, ഓമന കൃഷ്ണൻ, സിന്ധു പ്രശോഭ, ജിജി റജി തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് INTUC കുട്ടനാട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കരാർ അട്ടിമറിച്ചുകൊണ്ട് അദാനിയുമായി ചേർന്ന് പുതിയ കരാർ ഉണ്ടാക്കുന്നത് പിണറായിയുടെ പുതിയ അഴിമതിയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടിജിൻ ജോസഫ് ആരോപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറും അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് അവറുകളും കേരളത്തിൽ കറണ്ട് കട്ട് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും കേരളത്തിൽ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വൈദ്യുതി നിരക്കിൽ 4 രൂപ 29 പൈസ നിരക്കിൽ കിട്ടണമെന്ന് ജിന്ദാൽ ഗ്രൂപ്പുമായിട്ടും മറ്റൊരു പ്രൈവറ്റ് ഗ്രൂപ്പുമായിട്ടും 25 വർഷത്തെ കരാറുണ്ടാക്കി കേരളത്തിൽ വൈദ്യുതി സാധാരണക്കാരന് ഇന്ന് നിത്യോപയോഗ സാധനമായി മാറിയിരിക്കുകയാണ്. വൈദ്യുതി നമ്മൾക്ക് എന്ത് ആവശ്യത്തിനും വൈദ്യുതി ഇന്ന് അത്യന്താപേക്ഷിക ഘടകമായി മാറിയിരിക്കുന്നു. ആ വൈദ്യുതി ആവശ്യം കണ്ട് 25 വർഷത്തെ കരാറുണ്ടാക്കി അതിൻ്റെ അടുത്ത വർഷം കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലേറി. പിണറായി വിജയന്റെ പ്രത്യേകതയുണ്ടല്ലോ, എങ്ങനെ എന്ത് ചെയ്താലും അഴിമതി കാണിക്കണം, അതിൽ നിന്ന് കമ്മീഷൻ പറ്റണം. സാധാരണക്കാരനെ ഏത് തരത്തിൽ ഉപദ്രവിച്ചാലും പിണറായി വിജയനോ ഇവിടുത്തെ സഖാക്കന്മാർക്കോ ഈ മന്ത്രിസഭയ്ക്കോ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള സാഹചര്യം. സന്തോഷ് പട്ടണത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു സമരപരിപാടികൾ. ക്യാപ്റ്റൻ ജോയിച്ചൻ ഒറ്റത്തൈക്കൽ, മധുസൂദന പണിക്കർ, ജോയി ആന്റണി, ബിജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാതല ബഡ്സ് കലോത്സവം മിന്നാരം 2024 തുടക്കമായി. പുന്നപ്ര EMS കമ്മ്യൂണിറ്റി ഹാളിൽ കളക്ടർ അലക്സ് വർഗീസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവും നൈപുണ്യ പരിശീലനവും പരിപാലനവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ഏറ്റെടുത്തു നടത്തുന്ന ബഡ്സ് BRC സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് മാനസികമായ ഉന്മേഷങ്ങൾ സമ്മാനിക്കുന്നതിനുമാണ് ബഡ്സ് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ആകെ 23 ബഡ്സ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ് അധ്യക്ഷയായിരുന്നു. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല, പുന്നപ്ര വടക്ക് CDS ചെയർപേഴ്സൺ ഇന്ദുലേഖ അജയകുമാർ എന്നിവർ സംസാരിച്ചു.
കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, റിസോഴ്സ് പേഴ്സൺമാർ, 9 ബഡ് സ്കൂളുകളിലെയും 14 BRCകളിലെയും കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മത്സരങ്ങൾ വ്യാഴാഴ്ചയും തുടരും. വ്യാഴാഴ്ച വൈകിട്ട് 3-ന് ചേരുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സിനിമാ താരം അനൂപ് ചന്ദ്രൻ സമ്മാനദാനം നിർവഹിക്കും. ചങ്ങനാശ്ശേരി നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും തട്ടുകട തുടങ്ങി ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കച്ചവടം നടത്തുന്നതിനായി ഏകീകൃത യൂണിഫോം വിതരണം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യൂണിഫോം വിതരണം. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ മിനി ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഏകീകൃത യൂണിഫോമിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യൂണിഫോം വിതരണം നടത്തുന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് തൊഴിൽ മാർഗങ്ങൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു തൊഴിൽ നിങ്ങൾ ആർജിക്കുകയായിരുന്നു. ഇതിനെതിരായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമെല്ലാം നിങ്ങൾ നേരിടുന്നുമുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരം തൊഴിലുകൾ നടത്തി നിങ്ങൾ മുമ്പോട്ട് പോകും, നിങ്ങളുടെ കുടുംബത്തെ പോകുന്നു. യോഗത്തിൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി PA മൻസൂർ അധ്യക്ഷനായിരുന്നു. CPIM ഏരിയ സെക്രട്ടറി KD സുഗതൻ, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾ ദിവസവേതന രീതിയിലേക്ക് മാറ്റിയതിൽ ചങ്ങനാശ്ശേരി ടീച്ചേഴ്സ് ഗിൽഡ് പ്രതിഷേധ ദിനം ആചരിച്ചു. SB സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി അതിരൂപത അസിസ്റ്റന്റ് കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ ക്രിസ്റ്റോ നീരിൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ കറുത്ത ബാഡ്ജുകൾ ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായി. എയ്ഡഡ് സ്കൂളുകളോട് കാട്ടുന്ന അനീതിയാണ് ഒക്ടോബർ 31-ന് ഇറങ്ങിയ സർക്കാർ ഉത്തരവെന്ന് ഫാദർ ക്രിസ്റ്റോ നീരിൻപറമ്പിൽ പറഞ്ഞു. സർക്കാരിൻ്റെ ഒക്ടോബർ അവസാനം ഇറങ്ങിയ നിയമനത്തിൻ്റെ ഉത്തരവിൻ പ്രകാരം നമ്മുടെ അധ്യാപകരുടെ നിയമനങ്ങളെ സംബന്ധിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എല്ലാ അധ്യാപകർക്കും, പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെ വിലമതിക്കാത്ത ഒരു സർക്കാരിൻ്റെ മുമ്പിൽ വളരെയധികം പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ അവരുടെ കറുത്ത ബാഡ്ജ് ധരിച്ച് ആ നിയമനം പിൻവലിക്കുകയും തുടർന്നും അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള നിയമ സംരക്ഷണം നൽകണമെന്ന് പ്രത്യേകമായിട്ട് സർക്കാരിനെ ഓർമ്മിപ്പിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നു മുതൽ ഈ കറുത്ത ബാഡ്ജ് നൽകുകയാണ്. അതിൽ ഉദ്ഘാടനം നടക്കുന്നു. അതിൻ്റെ പ്രതിഷേധ പരിപാടികൾ തുടർന്നും വലിയ രീതിയിൽ നടത്തുകയും സർക്കാർ നമ്മുടെ അധ്യാപകർക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാദീപം പകർന്നു കൊടുക്കുന്ന അധ്യാപകരുടെ സുരക്ഷാ സംരക്ഷണം ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി മാത്യു, ഹെഡ്മാസ്റ്റർ ഫാദർ റോജി വല്ലയിൽ, അധ്യാപകരായ അജി ജോൺ, ലിയോ ഫിലിപ്പ്, അരുൺ തോമസ്, റിൻസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 3 മുതൽ KSRTC പെൻഷൻകാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലും പെൻഷൻകാർ സത്യാഗ്രഹ സമരം നടത്തി. പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, ഉത്സവബത്ത പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഈ നാടിന്റെ നാനാവിധത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ സംഭാവന നൽകിയവരാണ്. കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വ്യവസായങ്ങളിൽ ഒന്നായ KSRTC, ആ വ്യവസായ സ്ഥാപനം ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ യാത്രാ സ്ഥിരാപടലങ്ങളിൽ ഇന്ന് 24 മണിക്കൂറും സർവീസ് നടത്തുവാൻ പര്യാപ്തമായ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. നമുക്ക് 94 യൂണിറ്റുകളുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് സർവീസുകളുണ്ട്, നമുക്ക് പെർമിറ്റുകളുണ്ട്. ഇതെല്ലാം കയ്യിലിരിക്കുമ്പോഴാണ് നമ്മൾ ഈ സർവീസുകൾ ആകമാനം ഏതാണ്ട് താറുമാറാകുന്ന രീതിയിൽ, ഇത് കൈവിട്ടു പോകുന്ന രീതിയിൽ ഗവൺമെന്റ് സമീപനം സ്വീകരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നടത്തിയ സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് CJ ജോസഫ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി AV ഓമനക്കുട്ടൻ, യൂണിറ്റ് സെക്രട്ടറി ചാക്കോ ആന്റണി, യൂണിറ്റ് പ്രസിഡന്റ് AP ശാസ്താവുകുട്ടി,
കെ കുഞ്ഞിക്കുട്ടൻ, ജെ ചാക്കോ, മേരി മാർക്കോസ്, MK രാജം, P സരസ്വതിയമ്മ, മണിയമ്മ എന്നിവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. 20ാമത് സ്വാതി തിരുനാൾ സംഗീതോത്സവം ഡിസംബർ 12 മുതൽ 15 വരെ ആലപ്പുഴ ജവഹർ ബാലഭവനിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആലപ്പുഴ ശാഖാ മാനേജർ അബ്ദുൾ സലീം സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. സ്വാതി തിരുനാൾ സംഗീതോത്സവം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി അവതരിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം 20ാമത്തെ വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. 19 വർഷമായിട്ട് ആലപ്പുഴയിലെ കലാസാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന ഒരു പരിപാടിയാണ് ആയിട്ട് സ്വാതി തിരുനാൾ സംഗീതോത്സവം മാറിയിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ഡിസംബർ 12 തുടങ്ങി ഡിസംബർ 15-ാം തീയതി വരെ നീളുന്ന ഈ സംഗീത കലാ വിരുന്ന് ആലപ്പുഴക്കാരുടെ മുമ്പിൽ സ്വാതി തിരുനാൾ സംഗീതോത്സവ കമ്മിറ്റി മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം സ്വാതി തിരുനാൾ സംഗീതോത്സവ കമ്മിറ്റിയുടെ കൂടെ ആലപ്പുഴ ജവഹർ ബാലഭവൻ, കേരളീയ കലാക്ഷേത്രം, കളറോഡ് നാരായണൻ നായർ സ്മാരക കഥകളി ജില്ലാ കഥകളി ക്ലബ്ബ് തുടങ്ങിയ സംഘടനകൾ കൈകോർത്തുകൊണ്ടുള്ള ഒരു പരിപാടി ആണ് 12 മുതൽ 15 വരെ അവതരിപ്പിക്കുന്നത്. സ്വാതി തിരുനാൾ സംഗീതോത്സവ കമ്മിറ്റി, ജവഹർ ബാലഭവൻ, കേരളീയ കലാക്ഷേത്ര, കളർകോട് നാരായണൻ നായർ സ്മാരക ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബ്ബ്, ശ്രീ രാജരാജേശ്വരി സംഗീത സദസ്, നാട്യകല, ഫൈൻ ആർട്സ് സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സംഗീതോത്സവം നടക്കുന്നത്. നാട്യകലാ പുരസ്കാര സമർപ്പണം ജവഹർ ബാലഭവൻ ഡയറക്ടർ വാഹിദ് നിർവഹിക്കും. ഡിസംബർ 13 കളർകോട് നാരായണൻ നായർ ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബിന്റെ 59ാമത് വാർഷികവും പുരസ്കാര വിതരണവും സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 14 നടക്കുന്ന സർഗം ആലപ്പുഴ 2ാം വാർഷികം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സർഗം കുടുംബാംഗം KK പത്മനാഭപിള്ള രചിച്ച കാവ്യരചന പ്രമോദിനി എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഏവൂർ മോഹനൻ ദാസ് നിർവഹിക്കും. സംഗീതോത്സവത്തിന്റെ ഭാഗമായി മേജർ സെറ്റ് കഥകളി, വയലിൻ കച്ചേരി, സംഗീത സദസ്, സ്വാതി കലാരത്ന പുരസ്കാര വിതരണം എന്നിവ നടക്കും. ഡിസംബർ 15 സ്വാതി തിരുനാൾ സംഗീതോത്സവം സമാപിക്കും. വത്തിക്കാനിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത AK സോമനാഥൻ കരുമാലിക്ക് AC കനാൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. സമിതി രക്ഷാധികാരി എന്ന നിലയ്ക്കായിരുന്നു സോമനാഥന് സ്വീകരണം ഒരുക്കിയത്. കുന്നംകരിയിൽ സോമനാഥന്റെ വസതിയിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനം AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം ഉദ്ഘാടനം ചെയ്തു. 100 വർഷം ഈ ഗുരുദേവൻ തുടങ്ങിവെച്ച സർവമത സമ്മേളനം 100 വർഷം തികയുമ്പോൾ ആ സമ്മേളനം ലോകത്തിന്റെ വിവിധ മതത്തിലെ നേതാക്കന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വത്തിക്കാനിൽ വെച്ച് നടത്തുമ്പോൾ ഇന്ന് ഇതിന് തുടക്കമിട്ട ശ്രീനാരായണ ഗുരുദേവനും അതോടൊപ്പം തന്നെ ശിവഗിരി മഠവും ലോകത്തിന്റെ സമാധാനത്തിന്റെ ലോക സമാധാനത്തിന്റെ പ്രഭവകേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ലോകത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അഹിംസയുടെയും പേരിൽ എന്ത് വിഷയം ഉണ്ടായാലും ആ വിഷയങ്ങളെല്ലാം കൃത്യമായി ഇടപെടുവാൻ ശിവഗിരി മഠത്തിനും ആ ശിവഗിരി മഠത്തിന് തലക്കല്ലിട്ട നമ്മുടെ പ്രിയങ്കരനായ ഗുരുദേവന്റെ അനുചരന്മാർക്കും ഈ വിഷയങ്ങളൊക്കെ ഇടപെടുവാൻ സാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഏറെ അഭിമാനം പകരുന്ന വിഷയം കൂടിയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ വത്തിക്കാനിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി ഈ കറങ്ങി ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുള്ളവരാണ്. നമുക്കാർക്കും ദൗർഭാഗ്യവശാൽ അതിന് സാധിച്ചിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻജിക്ക് സാധിച്ചു വന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. സമ്മേളനത്തിൽ സമിതി ജനറൽ കൺവീനർ KP സുകുമാരൻ അധ്യക്ഷനായിരുന്നു. KN മുഹമ്മദ് സിയ മുഖ്യപ്രഭാഷണം നടത്തി. ടോം ജോസഫ് അരക്കപ്പറമ്പ്, ഔസഫച്ചൻ ചെറുകാട് തുടങ്ങിയവർ സംസാരിച്ചു. മതസൗഹാർദ്ദ സദസ്സും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭക്തജന സംഗമം ഡിസംബർ 13.
ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കൈകളിൽ പൂജാദ്രവ്യങ്ങളും നാവിൽ ദേവീസ്തുതികളുമായി വനിതകൾ അണിമുറിയാതെ എത്തുമ്പോൾ ചക്കുളത്തുകാവും പരിസരവും കാർത്തിക പൊങ്കാലയുടെ പുണ്യം നുകരുകയായി. തിരുവല്ല മുതൽ തകഴി വരെയും MC റോഡിൽ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പന്തളം റൂട്ടിലും മാന്നാർ മാവേലിക്കര റൂട്ടിലും മുട്ടാർ കിടങ്ങറ വിയ്യപുരം ഹരിപ്പാട് റൂട്ടിലും പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തർ ഇടം പിടിച്ചു തുടങ്ങി. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇൻഫർമേഷൻ സെന്ററുകളിൽ ക്ഷേത്ര വോളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ നൽകുവാനായി മൊബൈൽ ഫോൺ സംവിധാനവും ഏർപ്പെടുത്തി കഴിഞ്ഞു. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ഥിരം സംവിധാനങ്ങൾക്ക് പുറമെ താൽക്കാലിക ശൗചാലയങ്ങളും ഏർപ്പെടുത്തി. കൂടാതെ വിവിധ സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ, സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. 3001 വോളണ്ടിയേഴ്സ് സേവനം ലഭ്യമാക്കി കഴിഞ്ഞു. പോലീസ്, KSRTC, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, KSEB, വാട്ടർ അതോറിറ്റി, എക്സൈസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റവന്യൂ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സേവനം പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2000-ൽ പരം പോലീസിന്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. KSRTC സംസ്ഥാനത്തെ പ്രധാന ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക ഹെൽത്ത് സെന്ററുകൾ തുറന്നു കഴിഞ്ഞു. ചെങ്ങന്നൂർ മുതൽ തകഴി വരെ വാഹന പാർക്കിങ്ങിന് പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനും വിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞെന്ന് ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി പറഞ്ഞു. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല മഹോത്സവം കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ 1500 പരം വോളണ്ടിയേഴ്സും അതുപോലെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഈ അമ്മമാരെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുവാൻ, പൊങ്കാലയിൽ പങ്കുകൊള്ളിക്കാനും അതുപോലെ പൊങ്കാല ഇടുവാനും അവരുടെ നേർച്ചയായാലും അവരുടെ ദുരിതങ്ങളായാലും അവരുടെ കഷ്ടപ്പാടുകളായാലും അവരുടെ പ്രയാസങ്ങളായാലും അമ്മയുടെ മുമ്പിൽ പൊങ്കാല അർപ്പിച്ച് അവർക്ക് സർവൈശ്വര്യം നേടുന്നതിന് വേണ്ടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങളെ ഇവിടെ എത്തിക്കുവാനും അതുപോലെ അവരെ പൊങ്കാലയിട്ട ശേഷം അവർക്കൊരു കുറവും കൂടാതെ അവരെ തിരിച്ച് അവരുടെ വീട്ടിലെത്തിക്കുന്നതിനും നാട്ടിലെത്തിക്കുന്നതിനും വേണ്ടി അങ്ങേയറ്റം നമ്മുടെ KSRTCയുടെ എല്ലാ ഡിപ്പോകളിൽ നിന്നും, കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും തീർത്ഥാടനം പോലെ അമ്മമാരെ കൊണ്ട് വരുവാനും അമ്മമാരെ കൊണ്ട് തിരിച്ചെത്തിക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും KSRTC ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സർക്കാർ ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ അവലോകന യോഗവും നടക്കുന്നുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് പണ്ടാര പൊങ്കാല തിരുവാർപ്പ് ക്ഷേത്ര ആനക്കോട്ടിലിൽ സ്ഥാപിച്ചു. പൊങ്കാല ദിവസം പണ്ടാര പൊങ്കാല അടുപ്പിൽ തീ പകർന്ന ശേഷമാണ് ഭക്തരുടെ പൊങ്കാല കലങ്ങളിൽ തീ പകരുന്നത്. SNDP യോഗം രാമങ്കരി 7ാം നമ്പർ ശാഖ ഗുരുക്ഷേത്രത്തിൽ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികം നടത്തി. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം SNDP യോഗം കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലേക്ക് ലളിതമായി കൊണ്ടുപോകുവാനും സംഘടനാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനും കഴിയുന്നതാണ് കുടുംബയോഗ യൂണിറ്റുകൾ. ആ കുടുംബയോഗ യൂണിറ്റുകൾ സമാഹരിച്ച് ഇപ്പോൾ പല സഹായങ്ങളിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. പിരിവിട്ടാൽ അവരുടെ ഞങ്ങളുടെ കുടുംബയോഗത്തിന്റെ പൈസ ഞങ്ങൾ അഡ്വാൻസ് അടച്ചേക്കാം. അങ്ങനെ ചെയ്യുന്ന നിരവധിയായ കുടുംബയോഗ യൂണിറ്റുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അപ്പൊ അത് ഓരോ മഹത് വ്യക്തികളുടെയും നാമധേയത്തിൽ ആണ് നമ്മൾ കുടുംബയോഗ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുടുംബയോഗ യൂണിറ്റുകൾ നിങ്ങൾക്കൊരു മാതൃകയായി തന്നെ മാറട്ടെ. മറ്റുള്ള കുടുംബയോഗ യൂണിറ്റുകൾക്കും അതൊരു മാതൃകയാവട്ടെ. നമ്മുടെ ഫണ്ട് സമാഹരണം ഇത്തരത്തില് ഏതാണ്ട് 1.5 ലക്ഷം രൂപ സമാഹരിച്ച് 2 കുടുംബയോഗ യൂണിറ്റുകളുടെ പണം അവർ സമാഹരിച്ച് നൽകുവാൻ സന്മനസ് കാണിച്ച ആ കുടുംബയോഗ യൂണിറ്റ് 2 കുടുംബയോഗ യൂണിറ്റിന്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. ഒപ്പം അതിനുവേണ്ടി അത്തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നടത്തിയ അതിന് ബുദ്ധിമുട്ടിയ എല്ലാ പ്രവർത്തകരെയും ഈ അവസരത്തിൽ കുട്ടനാട് SNDP യൂണിറ്റിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് ജീമോൻ കാരാഞ്ചേരി അധ്യക്ഷനായിരുന്നു. MP പ്രമോദ്, സജിനി മോഹനൻ, KV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7295 രൂപ, പവന് 58,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.